നമ്മുടെ കപ്പലിൽ നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഈ വഴി ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ നിൽക്കുന്ന എവിടെ അറിയും? CR7 ഹോട്ടലിൻ്റെ മുമ്പിൽ ആരോ ചൂണ്ടയ്ക്ക് പിടിച്ച മീൻ കരയിലെത്തിയിരിക്കുന്നു അല്ലേ വിഷ്ണു? ആരോ ചൂണ്ടയ്ക്ക് പിടിച്ച മീൻ കരയിലെത്തിയിരിക്കുന്നു. എടാ ഇത് വേസ്റ്റ് ഇടുന്ന സാധനടാ. ഓ ഫുള്ള് വേസ്റ്റ്, ഇതൊക്കെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഇടുന്നത്. നൈസായില്ലേ? കൊള്ളാം. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ നീ കറക്റ്റ് അതിലിടുവോ? ഇടുവോ? ഇത് നമ്മുടെ പുതിയൊരു അതിഥിയാണ് ജിനേഷിന്റെ വീട് എവിടെ നിന്നായിരുന്നു ജിനേഷ്? ജിനേഷ് തനി നാടൻ ബ്ലോഗിൽ ഇറങ്ങിയതാണ്. കറക്റ്റ് റെഡ് മുണ്ട്, വള്ളി ചെരുപ്പ്, ബ്ലാക്ക് ഷർട്ട്. കൂളിംഗ് ഗ്ലാസിന്റെ കളർ ഏതായിരുന്നു? വാവ്. ഹലോ ഗൈസ്, വെൽക്കം ടു റോഷ് ബ്ലോഗ്. നമ്മൾ ഇന്ന് ഇവിടെ പോർച്ചുഗലിൽ മദീരയിലാണ്. മദീരയിൽ എവിടെ അറിയും? നമ്മൾ സ്വന്തം ക്രിസ്ത്യാനോൻ്റെ മ്യൂസിയത്തിൽ ഒരുപാട് ക്രിസ്ത്യാനോ കളിച്ച ട്രോഫികളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഏകദേശം എനിക്ക് തോന്നുന്നു 130 ട്രോഫീസ് ഉണ്ട്. അതിൽ ഇൻക്ലൂഡഡ് വാലന്റിയോസ്, മറ്റേ നമ്മുടെ ഗോൾഡൻ ബൂട്ടും ഉണ്ട്. നമുക്കെല്ലാവരും മ്യൂസിയത്തിൽ കയറാം. ക്രിസ്ത്യാനോൻ്റെ ജന്മനാട്ടിൽ വരുന്ന ഓരോരുത്തരും ഈ മ്യൂസിയത്തിൽ കയറി പോകാറുണ്ട്. അതിലൊരു പ്രത്യേക സ്പോട്ടാണ് ഈ മ്യൂസിയത്തിലെ ഈ സ്റ്റാച്യു ക്രിസ്ത്യാനോ റൊണാൾഡോ ആണ് വന്ന് ഉദ്ഘാടനം ചെയ്തതും കാര്യങ്ങളെല്ലാം. മുണ്ടെടുത്ത ക്രിസ്ത്യാനോ റൊണാൾഡോ ഫാൻ ബോയും ക്രിസ്ത്യാനോൻ്റെ അത് എത്ര അടുത്തില്ലല്ലോ. കുറച്ച് ഇതിൻ്റെ മുകളിൽ കയറി നോക്കി, സെൻറ്ററിൽ കയറി നോക്കി. ഈ ഒരു സ്റ്റാച്യു പോർച്ചുഗലിൽ ഈ മദീരയിൽ ഭയങ്കര ഫേമസ് ആണ്. ഈ പറയുന്ന നമ്മുടെ കപ്പലായിക്കോട്ടെ, പറയുന്ന വേറെ ഏത് കപ്പലൂടെ വന്നാലും അവിടുത്തെ ടൂറിസ്റ്റുകൾ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യുന്നൊരു സ്പോട്ടാണ് ക്രിസ്ത്യാനോൻ്റെ ഈ സ്റ്റാച്യു, ഈ കാണുന്ന മ്യൂസിയം. ഓക്കെ, നമുക്ക് അടുത്ത് നമ്മുടെ മ്യൂസിയത്തിൽ കയറാം. എത്രയാണ് വരുന്നതും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കണ്ണ് കാണുന്നില്ല, കണ്ണാടി വെച്ചിട്ട്. എടാ എത്രയും ചോദിച്ചു നോക്ക്, നമുക്ക് പരിപാടി നടക്കാം. പട്ടിയും പാടില്ല, സിഗരറ്റും വലിക്കാനും പാടില്ല. How much for 3 persons? How much for 3 persons? 5 for each? 5 for each, yeah. 5 for each? Okay. Yeah, this is the ticket, man. Wow. ഇതാണ് ടിക്കറ്റ്. സംഭവം ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല, ഈ വഴി മെല്ലെ മുങ്ങാം. ആരുടെ എൻ്റെ നമുക്ക് കയറാം. ഇവിടുത്തെ പണിക്കാരടക്കം എല്ലാവരും റൊണാൾഡോൻ്റെ ജേഴ്സിയിലാണ് മന അല്ലേ? പണിക്കാരടക്കം എല്ലാവരും റൊണാൾഡോൻ്റെ ജേഴ്സിയിലാണ്. ഒറ്റ നോട്ടത്തിൽ ഇതാണ് ക്രിസ്ത്യാനോൻ്റെ മ്യൂസിയം. ഓക്കെ, എല്ലാം ഞാൻ വഴിയെ കാണിച്ചു തരാം. എന്തോ വീഡിയോൻ്റെ ഇടയ്ക്ക് പോയല്ലേ, വേറൊന്നല്ല. നമ്മുടെ ക്രിസ്ത്യാനോ കിട്ടിയ വോളണ്ടിയർ അത് ഏത് വർഷം കിട്ടി എന്നുള്ളത് നോക്കട്ടെ. വാവ്, അതായത് പോയണോ 2017. ഹായ്, ഇത് വേൾഡ് പ്ലെയർ ഓഫ് ദ ഇയർ 2007, 2008 കിട്ടിയത്. കുറേ ഉണ്ട് കാണിച്ചു തരാം. ഗൈസ് കണ്ടോ, നമ്മുടെ റൊണാൾഡോൻ്റെ ഗോൾഡൻ ബൂട്ട്. ഇത് ഏകദേശം എനിക്ക് തോന്നുന്നേ ആൾ മുകളിൽ എഴുതിയിട്ടുണ്ട് 2007, 2008 കിട്ടിയ ഗോൾഡൻ ബൂട്ട്. അത് ഏതാ ഗ്ലേസിങ് നോക്ക്. ഏകദേശം എല്ലാ ഗോൾഡൻ ബൂട്ടും ഇവിടെ നിലവിലുണ്ട്. 2010, 2011 കിട്ടിയതുണ്ട്, 2013, 2014 കിട്ടിയതുണ്ട്, പിന്നെ 2014, 2015 4 ബൂട്ടല്ലേ ക്രിസ്ത്യാനോ കിട്ടിയത്. 4 ബൂട്ട് ഇവിടെ ഉണ്ട്. അതിലൊന്നാണിത്. അടുത്ത് ഞാൻ കാണിച്ചു തരാം. അടുത്ത ബൂട്ട് ഇവിടെ രണ്ടാമത്തത്. ഇതിൻ്റെ ഇയർ, ഇത് ബൂട്ട് നോക്കിയ ഇയർ മനസ്സിലാവില്ല, അതാണ് ഒരു ടാസ്ക്. ഇതിൻ്റെ ഇയർ നോക്കട്ടെ. ഇയർ കാണിക്കൂ 2010, 2011. 10,
ഇതും നൈസാണ് കാണാൻ, കൊള്ളാം. പിന്നെ അടുത്ത കൃഷ്ണേട്ടാ ഇതൊന്ന് കാണിക്കട്ടോ. ഇത് മറ്റൊരു ബൂട്ട്. ഇത് 13-14 കിട്ടിയ ബൂട്ടാട്ടോ. ഇത് 13-14 കിട്ടിയ ഈ കൊണ്ടുപോവേ 13-14. പിന്നെ അതാ അടുത്ത ഒന്നും കൂടി ഉണ്ട്, ലാസ്റ്റ് വൺ. വാവ്, കൊള്ളാം. ഇതും കൊള്ളാം. 14-15 അങ്ങനെ 4 ബൂട്ട്, അതായത് ക്രിസ്ത്യാനോൻ്റെ 4 ഗോൾഡൻ ബൂട്ട് ഇവിടെ ഇതാ ഈ ഒരു മ്യൂസിയത്തിലുണ്ട്. അതായത് എല്ലാ ഇൻഡിവിജ്വൽ ട്രോഫീസാട്ടോ ഇവിടെ ഉള്ള നിലവിൽ. ഇൻഡിവിജ്വൽ എല്ലാം റയൽ മാഡ്രിഡിൽ നിന്ന് കിട്ടിയത്, പിന്നെ മാഞ്ചസ്റ്ററിൽ നിന്ന് കിട്ടിയത്, മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് കിട്ടിയത്, ജുവൻറ്റസിൽ നിന്ന് കിട്ടിയത്, എല്ലാം ഇവിടെ ഉണ്ട്. പ്ലെയർ ഓഫ് ദ ഇയർ, പ്ലെയർ ഓഫ് ദ സീസൺ, പ്ലെയർ ഓഫ് ദ മന്ത്, എന്ത് പ്രീമിയർ ലീഗിൽ ഇതെന്താ സാധനം? വാവ്, 100 ഗോൾ അടിച്ചതിന് കിട്ടിയ സാധനം. വാ, ഈ സാധനം പറഞ്ഞ ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന സാധനങ്ങൾ അതൊക്കെ. മാൻ ഓഫ് ദ മാച്ച്. വാവ്, കൊള്ളാം. ചാമ്പ്യൻസ് ലീഗ് കിട്ടിയ മെഡലുകൾ, ഫിഫ ബാലൻ ഡിയോറിൻ്റെ ചെറിയ ബോളും ഇതേതാ. പിന്നെ ഇതാ ചാമ്പ്യൻസ് ലീഗ് തന്നെ 2017, 2008. ബാക്കി ഇയർ ഇത് മറന്ന് UEFA നാഷണൽ ലീഗ് 2025. വാവ്. പിന്നെ ക്രിസ്ത്യാനോ പോർച്ചുഗലിലെ ഒരു ജേഴ്സി സൈൻ ചെയ്തൊരു ജേഴ്സി ഇവിടെ ഉണ്ട്, കൊള്ളാം. ഇത് പിന്നെ പറയണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം ക്രിസ്ത്യാനോൻ്റെ ഫസ്റ്റ് ക്ലബ് സ്പോർട്ടിംഗ് പോർച്ചുഗൽ. ക്രിസ്ത്യാനോ റൊണാൾഡോ പേഴ്സണലി പിളകിയാനെ സൈൻ ചെയ്ത ജേഴ്സി ഗോട്ട്. പിന്നെ റൊണാൾഡോയ്ക്ക് കിട്ടിയ TV അവാർഡുകളാട്ടോ അതൊക്കെ. ബെസ്റ്റ് സ്പോർട്സ്മാനുള്ള അവാർഡ് കിട്ടിയതാണ് 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12 ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, കറക്റ്റ് കണക്ക് എനിക്ക് അറിഞ്ഞൂടാ. ഇതിൽ 12 കാണിക്കുന്നുണ്ട്, ഉള്ളതാണല്ലോ ഇവിടെ ഉണ്ടാവുക. ഗൈസ്, ഇത് കാണിച്ചപ്പോഴാണ് ഞാൻ വേറൊരു സാധനം കണ്ടത്. ആരാ മറഡോണേൻ്റെ ലെഫ്റ്റ് ഫുട് പ്രിൻ്റ് ഓതറൈസ്ഡാണ്, സൈൻ ചെയ്തിട്ടുണ്ട്. കൊള്ളാം. പിന്നെ ഞാനൊരു അർജൻറ്റീന ഫാനാണ്, വഴിയെ പറയാം അതൊക്കെ. വാവ്, ഇത് എത്ര പേര് സൈൻ ചെയ്ത വിഷയമാണല്ലോ. അതൊക്കെ ആരുടെ സൈൻ എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരാനുള്ള കഴിവൊന്നുമില്ല. ഗൈസ്, ഇത് റൊണാൾഡോൻ്റെ ബ്രദർ. ഇത് എഴുതിയ കൊണ്ട് മനസ്സിലായി അല്ലേ? അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഫാൻസുകാർ ചെയ്യുന്ന സംഭവം എന്തുവാണ് കേട്ടോ. ഫാൻസുകാരുടെ കളക്ഷനോ അങ്ങനെ എന്തൊക്കെയൊക്കെയാണ് ഫാൻസുകാർ ചെയ്തു കൊടുത്ത ഓരോ സാധനങ്ങൾ. അത് ഇവരിങ്ങനെ നല്ലത് നോക്കിയിട്ട് ഇവിടെ സെലക്ട് ചെയ്ത് വെക്കുന്നതായിരിക്കും തോന്നുന്നു എനിക്ക്. റൊണാൾഡോൻ്റെ കുറേ സ്റ്റാച്ചുകൾ ഉണ്ട് കേട്ടോ ഇവിടെ. വാവ്, ക്ഷയിക്കേണ്ടി വരും. അടുത്ത യൂറോയിൽ മാൻ ഓഫ് ദ മാച്ച് കിട്ടിയ അവാർഡുകൾ 2016, 12 മാൻ ഓഫ് ദ മാച്ച്. ഇത് പോർച്ചുഗൽ വേഴ്സസ് മെസ്സിക്ക് 1-1 കിട്ടിയത്. ഇത് 3 ഒരേ മാതിരി ഉണ്ടല്ലോ. 17 കിട്ടിയത്. കൊള്ളാം. 14 ഒരു പ്രാവശ്യം കാണിച്ച്. ഇനി അടുത്ത ഏതാ ബോൾ നോട്ടെ, ഗോൾഡൻ ബോൾ. അടുത്ത ഗോൾഡൻ ബോള് 2017 കിട്ടിയത്. കഴിഞ്ഞിട്ടില്ല, അവിടെ ഇവിടെയായിട്ട് കുറേ ഉണ്ട്. 2 മൂന്നാമത്തേലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. മൂന്നാമത്തെ വാവ് 2013 കിട്ടി. വാവ്, കൊള്ളാം. അതൊക്കെ ഒരു ക്ലാസ് ഐറ്റം ഉണ്ട്. എൻ്റെ കണ്ടുണ്ട്. ഇത് നമ്മൾ തൊടാൻ പാടില്ല. ചോക്ലേറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ചോക്ലേറ്റ് സ്റ്റാച്ചു ആട്ടോ. വാവ്, ഇത് കൊള്ളാം. ഏതാ ഐറ്റം,
എന്താ ഫിനിഷിംഗ് അല്ലേ. റൊണാൾഡോ എഴുതി ബാക്കിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഹായ് വാ, ഇത് മറക്കാൻ പറ്റുമെങ്കിലും പറ്റില്ല. ഇവിടെ ഉണ്ട് കേട്ടാ. ഈ ഒരു യൂറോ ക്രിസ്ത്യാനോ അടിക്കണമെന്ന്. ഞാനൊരു മെസ്സി ഫാനാണെങ്കിലും ഞാൻ വിചാരിച്ചൊരു യൂറോ ആണ് ഇത് അടിക്കണം എന്നുള്ള. അത്രയും ഇതുണ്ടായിരുന്നു അത് റൊണാൾഡോയ്ക്ക് കിട്ടണം എന്നുള്ള. അതുകൊണ്ട് അടിച്ചപ്പോൾ ഒരു ആസ് എ മെസ്സി ഫാനാണെങ്കിലും എനിക്ക് നല്ലൊരു ഫീൽ തന്നെ അന്ന് കിട്ടി. ചെറിയ ഫാൻസുകാർ വരച്ചു കൊടുത്താൽ, ചെറിയ ഫാൻസ് അല്ല എല്ലാ ഫാൻസും, റൊണാൾഡോയ്ക്ക് അങ്ങനെ ചെറുത് വലുതൊന്നുമില്ല മോനെ. നമ്മൾ മെസ്സി ഫാനാണ്, പക്ഷേ റൊണാൾഡോയ്ക്ക് ഒരു റെസ്പെക്റ്റ് ഉണ്ട് നമുക്ക്. ആ സാധനം നമ്മുടെ ഉണ്ട്. കൈ പറയും. ഇന്ത്യയിൽ നിന്ന് ആരോ കത്തയച്ചിക്കണ് റൊണാൾഡോയ്ക്ക്. ആരാടാ ആരയച്ചേ? ശ്യാംകുമാറോ? അതിന് മുന്നേ എന്തുകൊണ്ടില്ല? കാവുബി ശ്യാംകുമാർ. റൊണാൾഡോ വായിച്ചു നോക്കിയില്ലാന്ന് വിചാരിക്കല്ലേ. അതേക്കൂട്ട് നമുക്ക് റൊണാൾഡോൻ്റെ ഒപ്പം ഫോട്ടോ എടുക്കാം ഇവിടെ. എടുക്കണോ വിഷ്ണു? എടുക്കണോ? ഫോട്ടോ എടുക്കണോ? അതായത് കളി കഴിഞ്ഞിട്ട് വന്നിട്ട് അന്നത്തെ കളിയിൽ ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ബോൾ എടുത്തോണ്ട് വരില്ലേ, അങ്ങനെ എടുത്തോണ്ട് വന്ന ബോളുകൾ അത് മൊത്തം. അതിൽ നമ്മുടെ റൊണാൾഡോ എടുത്ത് വന്ന ബോളുകൾ. റയൽ മാഡ്രിഡിൻ്റെ കാണാനാണല്ലോ ഇഷ്ടംമാതിരിയുള്ള. റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗ് ബോളുകളുണ്ട്. വാവ് 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 വാവ്. CR7 ബൂട്ട് ചാമ്പ്യൻസ് ലീഗിൽ. വാവ്. ഏടാ 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 ചാമ്പ്യൻസ് ലീഗ് എടാ ഇതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. റയൽ മാഡ്രിഡ് ചാമ്പ്യൻസ് ലീഗിൽ 6 രൂപയ്ക്ക് ജയിച്ചുള്ള എല്ലാം ഉണ്ട്. ഇപ്പുറത്ത് അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇൻ്റർനാഷണൽ ലെവലിലുള്ള കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇൻ്റർനാഷണലിൽ മാൻ ഓഫ് ദ മാച്ച് ആയിട്ടുള്ള റൊണാൾഡോ എടുത്തുകൊണ്ട് വന്ന ബോളുകൾ. ഇൻ്റർനാഷണൽ ബൂട്ട് കാര്യങ്ങളെല്ലാം വാവും കൊള്ളാം. അങ്ങനെ 2 പാർട്ടായിട്ട് വെച്ചിട്ടുള്ള, ഒന്ന് ഇവിടെയും പിന്നെ അവിടെയും. അതായത് ഇൻ്റർനാഷണലും അതേമാതിരി ക്ലബിൻ്റെ. കൊള്ളാം. വേറൊരു സാധനം അവിടെ ഉണ്ട്, ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഉണ്ട് കേട്ടോ അവിടെ. ഇത് ദ മോസ്റ്റ് ഗോൾ സ്കോർ ഇൻ ദ ഇൻ്റർനാഷണൽ ഫുട്ബോൾ. 2003 മുതൽ ബിറ്റ്വീൻ 2003 to 2021 റെക്കോർഡ് ഹോൾഡർ. വാല്യുബിൾ പ്ലെയർ, ഗോൾഡൻ ഫുട്ട്. അത് വിന്നർ 2020 ജുവൻറ്റസിൽ കിട്ടിയ. അതേപോലെ നേരത്തെ കാണിച്ച ജേഴ്സിയിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ ജേഴ്സിയിൽ സൈൻ ചെയ്തത്. ഇത് വേറെ ഏതൊക്കെ പ്ലേയേഴ്സ് സൈൻ ചെയ്തെന്ന് തോന്നുന്നു. അതേ കൂട്ട് ഇതവിടെ പ്രീമിയർ ലീഗ് അടിച്ചത് 2006-2007 അടിച്ച പ്രീമിയർ ലീഗ് ട്രോഫിക്ക് എന്ത് വലിപ്പുണ്ടല്ലേ. ചാമ്പ്യൻസ് ലീഗിൻ്റെ ട്രോഫി ഞാൻ എവിടെയോ കണ്ടിരുന്നു, നോക്കട്ടെ. ജുവൻറ്റസ് ആയിട്ട് ഫൈനലിൽ 4-1 അടിച്ച ചാമ്പ്യൻസ് ലീഗ് ട്രോഫിയാണ്. വാ. പ്രീമിയർ ലീഗിൻ്റെയും ചാമ്പ്യൻസ് ലീഗിൻ്റെ ട്രോഫി ഏകദേശം ഒരേ വലിപ്പമുണ്ട് കേട്ടോ. ഈ മ്യൂസിയത്തിൽ കണ്ടോ ക്രിസ്ത്യാനോൻ്റെ എല്ലാ ഫാൻസുകാരും. ക്രിസ്ത്യാനോൻ്റെ ചെറുതെന്നില്ല വലുതെന്നില്ല എല്ലാ ഫാൻസുകാരും നിലവിലുണ്ട്. കുട്ടികളായിക്കോട്ടെ അപ്പൂപ്പന്മാരായിക്കോട്ടെ ആരോഗ്യ ചെറുതൊക്കെ നോക്ക് ഉള്ള ആക്ടിവിറ്റീസ്. ഇവിടെ എത്രയോ 1, 2, 3, 4 ഓളം സ്റ്റാച്യൂസ് ഉണ്ട്. ഫസ്റ്റ് ഈ ഒരു സ്റ്റാച്യു രക്ഷല്ല, അടിപൊളിയായിട്ട്. എനിക്ക് തോന്നുന്ന ചോക്ലേറ്റിനെക്കാട്ടി എനിക്ക് ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്റ്റാച്ചു ആണ് അല്ലേ. അവിടെ ഹെയർ ആയിക്കോട്ടെ എന്തായിക്കോട്ടെ അല്ലേ. കൊള്ളാം. ഏതല്ലേ
ഏതാ നോക്കടാ ശരിയാ. വാവ്, ഇതാരാണ് നോക്കുക. അതിൻ്റെ താഴെ പോയി ഇരുന്നായിരുന്നു നമ്മൾ. അതേകൊണ്ട് റൊണാൾഡോ സൈൻ ചെയ്ത ജേഴ്സിക്ക് ഏകദേശം 250 യൂറോ, അതായത് എത്ര വരും, 26,000 വരും ഏകദേശം. അങ്ങനെ നമ്മുടെ പോർച്ചുഗലിൻ്റെ വൈറ്റ് ജേഴ്സി ഉണ്ട്, അൽ നസറിൻ്റെ ഇപ്പോഴത്തെ ജേഴ്സിയും ഉണ്ട്, 2 ജേഴ്സി. പോയി മോനെ അയ്യ സാധനം ഒന്ന് കാണിച്ചെടുക്ക്. ഗൈസ്, ആർക്കെങ്കിലും റൊണാൾഡോൻ്റെ മ്യൂസിയത്തിൽ കോയിൻ വേണമെന്ന് നിർബന്ധമുണ്ടെങ്കിൽ വ്ളോഗിൽ വേണമെന്ന് കമൻറ്റ് ചെയ്യുക, തന്നിരിക്കും. ഗൈസ്, ഇവനെന്തോ ഒരു ഐശ്വര്യക്കേടുണ്ട്. ഞാൻ ഈ വ്ളോഗ് ഒന്ന് അവസാനിപ്പിക്കാൻ നോക്കിയിട്ട് നടക്കില്ല പെട്ടെന്ന്. അപ്പോൾ ഗൈസ്, ഈ ഒരു വ്ളോഗ് ഇവിടെ തീർന്നിരിക്കുന്നു. അടുത്തൊരു വ്ളോഗിൽ കാണാം. ബൈ.